ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ നമ്മളൊരു പുതിയ ഗ്യാസ് അടുപ്പ് വാങ്ങി. ഒരു പുതിയ ഗ്യാസ് അടുപ്പാണ് വാങ്ങിയത്, ഇമ്പക്ഷൻ്റെ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണെന്ന്. ഏതായാലും കൊണ്ടുവന്നല്ല, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. അത് ഫിറ്റിങ്ങും എല്ലാം കൂടിയായിട്ട്. പഴയത് നമ്മളൊരു സ്റ്റീലിൻ്റെ അടുപ്പാണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഇമ്പക്ഷൻ്റെ ഇതാണ്. ഗ്ലാസിൻ്റെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും പുറക്കാർക്ക് അതാണ് ഇഷ്ടം. ഗ്ലാസിൻ്റെത് വേണമെന്നാണ്. ആദ്യമുള്ളത് നല്ലൊരു അടുപ്പായിരുന്നു, അത് സ്റ്റീലിൻ്റെതാണ്. അത് പിന്നെ ഒരു ബർണറിന് എന്തോ ഒരു താറാറുണ്ട്, അപ്പോൾ അത് ചെറുങ്ങനെ കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടതാൽ മാറ്റി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഓസ് കൊടുക്കുന്ന ഭാഗം ആ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഓസ് ഈ ഭാഗത്തൂടെയാണ് വരുന്നത്, ലെഫ്റ്റ് ഭാഗത്തേക്കാണ്. ആ ലെഫ്റ്റ് ഭാഗത്തേക്ക് മറ്റേത് റൈറ്റ് ഭാഗത്തു നിന്ന് അത് അയച്ച് അതിൻ്റെ പിന്ന് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മളെ പഴയ അടുപ്പിൻ്റെ പിന്നെ ബാക്കിലായിരുന്നു, അപ്പോൾ അത് സുഖമായിരുന്നു. അപ്പോൾ ഓസ് തീരെ പുറത്തേക്ക് കാണൂലായിരുന്നു, ബാക്ക് ഭാഗത്തൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ഇതിൻ്റെ ഓസെല്ലാം ഏകദേശം പുറത്തൊക്കെ വരും. ഫ്രണ്ടിലാണ് ഇതിൻ്റെ പിന്നെ വരുന്നത്, സൈഡിൽ. അപ്പോൾ അത് ശരിക്കും ഓസ് പുറത്തേക്ക് വേണം. അത് തടസ്സം തന്നെ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും വാങ്ങി കുടുങ്ങി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, അതിന് ഫിറ്റ് ചെയ്യാം. ഒരു മീഡിയം സൈസാണ്, അത് വലിയ വില ഒന്നുമില്ല, ഏകദേശം ഒരു മീഡിയം വിലയുള്ളൂ. ഇതെന്താവും നിരപ്പം ഗ്ലാസിൻ്റെ ഇപ്പോൾ ധൈര്യക്കുറവുണ്ട്. ഗ്ലാസ് ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്, എന്താ അറിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും പാകം ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല. കണ്ടിന്യൂ ആയിട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ പാകം ചെയ്ത് ചൂടായിക്കുകയാണെങ്കിൽ പൊട്ടും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് വാങ്ങല്ലേ. ആദ്യമുള്ളത് നല്ല അടുപ്പ് തന്നെയാണ് സ്റ്റീലിൻ്റെ. പക്ഷേ അതിൻ്റെ ഒരു ബർണറിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ശരിക്കും തന്നെ ക്ലീനാക്കിയാലൊക്കെ റെഡിയാവും. ഇതാണ് പഴയ അടുപ്പ്, നല്ല അടുപ്പാണ്. ഓട്ടോമാറ്റിക് ലേറ്ററൊക്കെ ആണ്. സംഗതിയൊക്കെ അടുപ്പൊക്കെ നല്ല. അത് ഞാൻ വേണ്ടി സൗദിയിൽ നിന്ന് കൊണ്ടുവന്നേനു. ചെയ്യുന്ന ഗ്യാസ് വല്ല സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്, സ്ട്രോങ്ങിലാണ് വരിക. ഗ്യാസ് പെട്ടെന്ന് തീരും. ഏതായാലൊക്കെ കഴിച്ച് പഴയത് മാറ്റി ഇനി പുതിയതിൻ്റെ പിന്നുകൾ ഓസ് കൊടുക്കണം. ബാക്കി പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ആ ഓസ് വരുന്നത്. ഓസ് ആദ്യത്തെ തന്നെ ബാക്ക് ലൈൻ വരിക. ആ ബാക്കിൽ ഭാഗത്താകുമ്പോൾ അറിയാലോ. ഇപ്പോൾ ഈ സൈഡിൽ ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് സൈഡിൽ ആണ് വരുന്നത്. കുറേ ഭാഗം പുറത്തൊക്കെയാണ് ഓസിൻ്റെ. അന്നിപ്പോൾ പഴയ അടുപ്പിന് ഉള്ള അതില്ലാണ്ട് ബാക്കിൽ തുളട്ട്. ഇപ്പോൾ അത് ഈ അടുപ്പ് പുതിയ അടുപ്പ് വാങ്ങിയപ്പോൾ അതൊരു പ്രശ്നമായി മാറി. പൈപ്പൊക്കെ പുറത്താണ്, നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഫിറ്റ് ചെയ്യാം. ഇതിനിപ്പോൾ വില എന്ന് പറയുമ്പോൾ മേലും വില ആണ്, 3900 ഇതിൻ്റെ വില. വലിയ വില ഒന്നുമില്ല. പിന്നെ അതിൻ്റെ താഴെയുള്ള ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് 7,900 8,900 ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എന്താ വിവരമൊന്നും അറിയാണ്ട് ഇപ്പോൾ വലിയ വെൽഡ് വാങ്ങിയിട്ട് വില. അഥവാ പൊട്ടിത്തെറിച്ചാലോ, ചെറിയ വെൽഡ് ആയിക്കോട്ടെ, പോവുകയാണെങ്കിൽ ചെറുത് പോട്ടെ. എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? പഴയത് ഒന്ന് ക്ലീനാക്കിയാൽ വെക്കണം. ഇതിനൊക്കെ വലിയ ഉറപ്പൊന്നുമില്ല. ഇത് ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് രണ്ടടുപ്പ് ഉപയോഗിച്ചൊക്കെ ആണെങ്കിൽ നല്ല ചൂടാവില്ലേ, അപ്പോഴൊക്കെ ആണ് ഇതിൻ്റെ പ്രശ്നം വരിക. ഏതാ
പ്രശ്നമൊന്നും വരില്ലെന്ന് ചോദിക്കാം. ഏതായാലും ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കത്തിച്ച് നോക്കിയത് ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോമാറ്റിക് ലൈറ്ററാണ്. ഇപ്പോൾ എക്സ്ട്രാ ലൈറ്ററായിട്ടൊന്നും നടക്കണ്ട, ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ചിലരൊക്കെ പറയും പെട്ടെന്ന് പോകുന്നൊക്കെ. നമ്മളെ പഴയമാർ ഓട്ടോമാറ്റിക് തന്നെ, അത് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, നല്ല വർക്കിങ്ങാണ്. ഏതായാലും സംഗതി കത്തിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. പക്ഷെ മറ്റേൻ്റെ അത്ര സ്പീഡില്ല, ഇതാണ് അതിൻ്റെ ഫുൾ സ്പീഡ്. ഓവർ സ്പീഡില്ല. മറ്റേ നേരന്ന് കത്തു ഭയങ്കര സ്പീഡിൽ. ഗ്യാസ് നല്ലോണം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ഒന്നിൽ കത്തിച്ച് നോക്കിയാൽ മതി. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.